നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓട്ടോ ഡ്രൈവർമാർക്ക് യൂണിഫോം വാങ്ങി നൽകി മാതൃകയായി കടുത്തുരുത്തി SHO TS റെനീഷ്. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ യൂണിഫോം ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി SHO യൂണിഫോം നൽകിയത്. കടുത്തുരുത്തി ടൗണിലെ മിക്ക ഓട്ടോ ഡ്രൈവർമാരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ട SHO റെനീഷ് കാരുണ്യ പ്രവൃത്തി എന്ന നിലയിലാണ് കടുത്തുരുത്തിയിലെ നൂറുകണക്കിന് ഓട്ടോ ഡ്രൈവർമാരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം ചെയ്തത്. സ്റ്റേഷനിലെത്തിയ ഓട്ടോ ഡ്രൈവർമാരിൽ 99% ആളുകളും യൂണിഫോം ധരിച്ചെത്തിയത് സന്തോഷമുള്ള കാര്യമാണെന്നും ഇനി മുതൽ ഇത് തുടരണമെന്നും എല്ലാവർക്കും സർപ്രൈസ് ഗിഫ്റ്റായി യൂണിഫോം നൽകുകയാണെന്നും CI പറഞ്ഞു. എന്തായാലും അതിന്റെ ദൃശ്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രതികരണവും ഒക്കെ നമുക്ക് കേൾക്കാം. ഞാൻ ഏകദേശം 2008 മുതൽ തിരുത്തി ജനമൈത്രി പോലീസിൽ പ്രവർത്തിക്കുന്ന ഒരംഗമാണ്. ജനമൈത്രിയുടെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇന്ന് ഈ ബാക്കി നമ്മുടെ ഡ്രൈവേഴ്സിനെല്ലാം കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് ജനമൈത്രിയുടെ ആയിട്ടല്ല, നമ്മുടെ ഇവിടെ വന്ന CI റെനീഷ് സാറ് വളരെ ആത്മാർത്ഥമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പാവപ്പെട്ട ആളുകൾ വെയിലും മഴയും ഒറ്റപ്പാടും ദുരിതം അനുഭവിച്ച് നടക്കുന്ന ആളുകളാണ് ഈ ഓട്ടോ ഓടിക്കുന്ന സഹോദരന്മാർ. അവരെ സംബന്ധിച്ച് ഓരോ ദിവസം ഓട്ടോ മേടിച്ചാൽ 250 രൂപ എന്തെങ്കിലും ബാക്കി കിട്ടില്ല എന്ന് പറയുമ്പോൾ 250 രൂപ സർക്കാർ ഈടാക്കുന്നു. അതൊരു കാരണവശാലും ഒരു അംഗങ്ങളുടെ നിന്നും വാങ്ങാനുള്ള ഇടം വരാതിരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി കണ്ടുപിടിച്ചാണ് നമ്മുടെ റെനീഷ് സാറ് ആദ്യമായി ഇങ്ങനെയൊരു സ്റ്റേഷനിൽ ആദ്യം SI ആയിരുന്നു. രണ്ടാമത് ഇങ്ങനെയൊരു പദ്ധതി സാറിൻ്റെ നല്ല മനസ്സോടുകൂടി പല ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം നടപ്പാക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ ഈ ഓട്ടോ ഓടിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും യാതൊരു കാരണവശാലും ഒരു പിഴ നമുക്ക് ഈ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ ഒരു ഓട്ടോ ഓടിക്കുന്ന സഹോദരനും സഹോദരിമാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഇത് കോട്ടയം ജില്ലയിലല്ല, കേരളത്തിലാകമാനം നടപ്പാക്കാനുള്ളൊരു ശ്രമം തീർച്ചയായിട്ടും ഇതിനോടുകൂടി സാറിൻ്റെ ഈ നല്ല പ്രവൃത്തിയോടുകൂടി ഉണ്ടാകും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനമൈത്രിയുടെ നിരവധി കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ജനമൈത്രിയുടെ ആയിട്ടൊന്നും അങ്ങനെ ഒരു കാര്യം നടത്താനുള്ള അവസരം ഉണ്ടായില്ല. തീർച്ചയായിട്ടും സാറോട് ഇരിക്കുവാനായി ജനമൈത്രിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത ഓണത്തോടു കൂടിയുള്ള കാര്യങ്ങളെല്ലാം സാർ ആലോചിക്കുന്നുണ്ട്. എന്നെ ഇപ്പോൾ ഇതിനോട്ട് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം ഉള്ള സമയത്ത് മികച്ച ജീവകാരുണ്യ പ്രവർത്തന അവാർഡ് മേടിച്ചയാളും അതോടൊപ്പം തന്നെ ജന്മത്തിൻ്റെ മുതിർന്നാംഗം എന്ന നിലയിലാണ് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതിനെ സാറിന് പ്രത്യേകവും അറിയിച്ചുകൊണ്ട് നോക്കുന്നു. നമ്മുടെ സ്റ്റാൻഡിൽ 72 വണ്ടിയുണ്ട്. മറ്റോട്ടം പോകുന്നതാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഓഫീസർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് നിങ്ങൾ അതിനോടൊരു മനസാക്ഷി കാണിച്ചാൽ മാത്രം മതി. സൺഡേ സ്റ്റാൻഡിൽ വരുന്നില്ലെങ്കിൽ വേണ്ട. 3 ജോഡി ഡ്രസ്സൊന്നുമില്ല, അത് ചിലപ്പോൾ അലക്കിട്ട് വന്നിരിക്കും. അങ്ങനെ കാര്യം വരുവാണെങ്കിൽ ആ നിങ്ങൾ നിങ്ങൾ ഓടിക്കുന്ന വണ്ടിക്ക് ബുക്കും പേപ്പറുണ്ടോ, ടാക്സ് ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ, കള്ള് ഓടിച്ചിട്ടുണ്ടോ? കള്ള് ഓടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന സംഭവങ്ങൾ ഇപ്പോഴേ വന്നിട്ട് 2 ആഴ്ച കൂടി തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പല കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. കള്ള് ഓടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളാണ്. ആ പരിപാടികളെല്ലാം നിർത്തിയേക്കുക. ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നിട്ടില്ല. യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ വണ്ടി ഓടിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ സ്റ്റാൻഡിൽ കിടന്ന് ഇവിടെ ഓടിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം എന്ത് വരുമാനം കിട്ടുമെന്നും ഒരാൾക്കുണ്ടാകുന്ന ചെലവ്, കുട്ടികളുടെ പഠനം, കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, കഷ്ടപ്പാട്, അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ട് മാത്രമാണ്, ഉപദ്രവിക്കാത്തതാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് കാണുമ്പോൾ
സത്യത്തിൽ പോലീസ് തന്നെ നമുക്ക് നന്നായിട്ട് ദേഷ്യം വരും. സ്നേഹം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടാണ് ഈ യോഗം തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ സ്റ്റാൻഡിലുള്ള മുഴുവൻ ആളുകൾക്ക് യൂണിഫോം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തരും കാക്കി. ഇന്ന് മുതൽ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ യൂണിഫോം ഇല്ലാത്ത ഒരാളെ പോലും സ്റ്റാൻഡിൽ കാണരുത്. ഇനി വരാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് കൂടി പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടെ ഒരുപാട് സ്റ്റാൻഡുകൾ ഇവിടെയുണ്ട്. അങ്ങ് നോക്കിയാൽ സിലോൺകവളിയിലുണ്ട്, ആപ്പാഞ്ചിറ പാലത്തിന് അപ്പുറം ഇപ്പുറം ഉണ്ട്, നേരെ നമ്മുടെ പാലത്തിന്റെ റെയിൽവേയുടെ അവിടെ താഴത്തുണ്ട്, ഞെയ്യൂരുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. നേരെ ഈ സ്റ്റാൻഡുകൾ കഴിഞ്ഞാൽ നേരെ മുട്ടിയറയിലുണ്ട്, പട്ടംകൊണ്ടി എന്നാലും ഇവിടെയുണ്ട്. കയറി കഴിഞ്ഞാൽ കുറുപ്പന്തലിലുണ്ട്, മാർക്കറ്റിലുണ്ട്, കുറുപ്പന്തല ജംഗ്ഷനിലുണ്ട്, അങ്ങ് പോയാൽ കോതല്ലൂരുണ്ട്, അമ്പയവളത്തുണ്ട്. അമ്പയവളത്ത് 5-6 വണ്ടി ഉണ്ടെന്ന് തോന്നുന്നില്ല. 10 രൂപ പോലും എടുക്കത്തില്ല. ഓക്കെ, വളരെ 3 സ്റ്റാൻഡിലെ ആളുകളില്ലേ? അടുത്തൊരു ജംഗ്ഷൻ, മാർക്കറ്റ്, സോഡിയാക്കിന്റെ ഫ്രണ്ടിലുള്ള സ്റ്റാൻഡ്, 3 സ്റ്റാൻഡിൽ. അപ്പൊ 100 പേരോളം വരുമെന്നല്ല പറയാം. നാളെ മുതൽ ഫൈൻ അടയ്ക്കും, ഒരു സംശയമില്ല. എല്ലായിടത്തും വന്ന് ഫൈൻ അടക്കും. ഇന്ന് നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ഓർത്തിട്ടായിരുന്നു. പിന്നെ ഇത് ഒരെണ്ണേ ഉള്ളു, അത് അലക്കിയിട്ട് ഉണങ്ങിയില്ല, നനഞ്ഞ് എന്നുള്ള എക്സ്ക്യൂസ് ഒന്നും പാടില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും എപ്പോഴും ഇടുക. നമ്മൾ പോലീസ് രാവിലെ തൊട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസം പോലും ഊരാൻ പറ്റാറില്ല. ബെൽറ്റും ഷൂവും ബൂട്ടും എല്ലാം ഇട്ട് നോക്കി ആ ഒരു അവസ്ഥയൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ ഇട്ടുകൊണ്ട് കിടക്കണതാണ്. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം അലക്കിയിട്ടെന്നുള്ള എക്സ്ക്യൂസ് ഒന്നും പാടില്ല. ഇനി കാക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഒരു സംശയമില്ല, പെറ്റി അടക്കും. അത്രേ ഉള്ളൂ. മാർക്കറ്റ് സ്റ്റാൻഡിന്റെ രാജുദേവത്തിന് കൊടുത്തിട്ട് ഓക്കെ. അളവ് ശരിയാണോ? അളവുണ്ട്. ഇത് 44